നമ്മൾ മടി കാരണം മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളും പൊടിയിട്ടെടുക്കാൻ ഇതൊക്കെ മതി. ആ ഒരു ചുവന്ന തുണി വെച്ച് മൂടി വെച്ചേക്കുന്നതാണ് കേട്ടോ നമ്മുടെ വണ്ടി. ഹേ ഹലോ, അപ്പോൾ എല്ലാവർക്കും മോട്ടോനൈസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊന്നൊരു വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു റൈഡ് റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല. നമ്മളൊരു വണ്ടിയുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് പോകുന്നത്. ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിക്ക് നിൽക്കുമ്പോൾ ജാക്കറ്റ് ഇല്ലാതെ റൈഡ് ചെയ്യുന്ന ചിലർക്ക് ഒരു അപകർഷതയായിട്ട് തോന്നിയേക്കാം. ജാക്കറ്റ് എപ്പോഴും റൈഡ് ചെയ്യുന്ന വ്യക്തിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഷോറൂം വിസിറ്റാണ് പോണത് എന്നതുകൊണ്ട് തന്നെ ജാക്കറ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിൽ ചിന്താഗതി ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ലെഫ്റ്റ് ഹാൻഡിൽ കിടക്കുന്ന ഹെയർ ബുഷാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതോടെ പറഞ്ഞില്ല എന്ന് വേണ്ട. തമ്മിൽ കണ്ടവർക്കറിയാം നമ്മളിന്ന് പോകുന്നത് 25th ആനിവേഴ്സറി എഡിഷൻ സുസുക്കി ഹയാബൂസയുടെ റിവീലിങ്ങിന് വേണ്ടിയിട്ടാണ്. വൈറ്റിലുള്ള സുസുക്കിയുടെ ഷോറൂമിൽ വെച്ചിട്ടാണ് റിവീലിംഗ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഹയാബൂസയുടെ ഒരു റൈഡ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയട്ടോ. ആ ഒരു വീഡിയോയിലുള്ള റോബിൻ ചേട്ടൻ എടുക്കുന്ന വണ്ടി തന്നെയാണ് കേട്ടോ ഈ ഒരു 25th ആനിവേഴ്സറി എഡിഷൻ. ആൾ പഴയ ഒരു ഹയാബൂസ കൊടുത്തിട്ടാണ് ഈ ഒരു ബൈക്ക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഹയാബൂസ ഓൺ ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു സൂപ്പർ ബൈക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്ത് വർക്കൗട്ട് ആയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഡിസിപ്ലിൻ അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് പറയാൻ കാരണം. നമുക്കിടയിൽ തന്നെ പലരും സൂപ്പർ ബൈക്ക് ഓൺ ചെയ്യാൻ അത്ര ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത്തരക്കാർക്ക് നമ്മുടെ കമന്റ് സെക്ഷനിൽ നിന്നൊരു ടിപ്പ് കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ. ഈ ഇത്തരക്കാരിൽ ഉൾപ്പെടുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ ഞാൻ. എന്നെ സംബന്ധിച്ച് ഈ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നല്ല കേട്ടോ. കാരണം കുറച്ച് പേഴ്സണൽ കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ വരാമെന്നുള്ള സെറ്റപ്പിൽ ചാടിയേക്കണെയാണ്. നമ്മൾ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. 1 മണിക്കാണ് റിവീലിംഗ് പറഞ്ഞേക്കുന്നത്. 12:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് റോബി ചേട്ടൻ മന്നര വെയിറ്റ് ചെയ്യാം. അകത്തുള്ള വീസ്ട്രോമും ഹയാബൂസയും ഇങ്ങനെ നോക്കി നിൽക്കുന്ന തന്നെ ഒരു പ്രത്യേക മോട്ടിവേഷനാണ് കേട്ടോ. നമ്മൾ മടി കാരണം മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളും പൊടിയിട്ടെടുക്കാൻ ഇതൊക്കെ മതി. അങ്ങനെ നമ്മളെല്ലാവരും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്ന് റിവീൽ ചെയ്യുന്ന സ്ഥലത്തിട്ട് ഷോറൂമിനകത്തേട്ട് കയറിയേക്കോട്ടോ. ആ ഒരു ചുവന്ന തുണി വെച്ച് മൂടി വെച്ചേക്കുന്നതാണ് കേട്ടോ നമ്മുടെ വണ്ടി. ബ്രോ, അത് നമ്മുടെ വണ്ടിയാണ് എന്ന രീതിക്കൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പോൾ റോബിൻ ചേട്ടൻ നിൽക്കുന്ന സ്ഥാനത്ത് നമ്മളത്ര ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് വാങ്ങിച്ച വണ്ടിയുടെ റിവീലിങ്ങിനായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ചുറ്റും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്, ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ എന്നെപ്പോലെ വീഡിയോ എടുക്കുന്ന കുറച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സും. ഞാൻ എവിടെയോ കേട്ടൊരു കോട്ടാണ്. എന്താണെന്ന് വെച്ചാൽ കഴിവുള്ള വിജയിക്കണമെങ്കിൽ തുടങ്ങണമെങ്കിൽ വലിയ കഴിവൊന്നും വേണ്ടാന്നേ. സോ സ്റ്റാർട്ട് ചെയ്ത കാര്യം ലോക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ അവിടെ പോയാൽ. അപ്പോൾ നമ്മുടെ ബൂസയുടെ റിവീലിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഒറ്റയടിക്ക് ചുമപ്പായിട്ട് തോന്നുമെങ്കിലും ഗ്ലാസ് ബ്ലേസ് ഓറഞ്ച് എന്നൊരു കളറാണ് പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പ്ലസ്ടെക്കിൻ്റെ ഒരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ബ്രോ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പരിപാടി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫ്യൂല് ഫില്ല് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. എനിക്ക് ആളുടെ അടുത്ത് 2 കാര്യങ്ങൾ ചോദിക്കാമെന്നുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഹലോ, ഹയാബൂസ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഇതിന്റെ കംഫർട്ട് അടിപൊളിയാണ്, ലുക്സ് അടിപൊളിയാണ്, അതൊക്കെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന. ഇതിന് മുമ്പുള്ള ജനറേഷനൊക്കെ ഓടിച്ചു നോക്കിയിട്ടുള്ളതാണ്? ഇല്ല, ഞാൻ ജെൻട്രി മാത്രമേ യൂസ് ചെയ്തിട്ട്. ഞാൻ എന്റെ വണ്ടികൾ ആർക്കും ഷെയർ ചെയ്യാറില്ല, ഞാൻ വേറെ വണ്ടികൾ ഓടിക്കാറില്ല. അതൊരു പേടിയാണ്. സൂപ്പർ ബൈക്കിന് ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ഈ കേരളത്തിന്റെ റോഡുകളിൽ എടുക്കാൻ പറ്റുന്നില്ല. റോഡ് ഒരു അനുഭവം വെച്ചിട്ട് എങ്ങനെയാണ് റോഡുകളെ കുറിച്ചുള്ളൊരു? റോഡുകൾ വളരെ ബോറാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ സ്പീഡിന് വേണ്ടിയിട്ടല്ല, ഞാൻ ഇതിന്റെ ഒരു ആഗ്രഹത്തിന് പുറത്ത് മേടിച്ചല്ല. ഞാൻ സ്പീഡിൽ പോകുന്ന ഒരു വ്യക്തിയല്ല. കാരണം പണ്ട് സ്പീഡിൽ പോയിട്ട് വണ്ടിയൊക്കെ ഇടിച്ചിട്ടുള്ള അനുഭവങ്ങളുള്ള ആ ഒരു മുഖത്തിന്റെ അപ്പൊ സ്പീഡിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് എൻ്റെ ഒരു താല്പര്യം, എൻ്റെ ഒരു ഇഷ്ടം. ബൈക്കുകളിലെ ഒരു ഇന്നോവ എന്ന രീതിക്കൊക്കെ നമുക്ക് ഈ ഒരു ബൈക്കിനെ വിശേഷിപ്പിക്കാം കേട്ടോ. ബാക്കിയുള്ള മോഡലിൽ നിന്നും ഈ ഒരു 25th ആനിവേഴ്സറി എഡിഷന്റെ പ്രത്യേകതകളിലേക്ക് നോക്കുകയാണെങ്കിൽ ബൈക്കിന്റെ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്കിന്റെ ഇന്നർ റോട്ടറും ചെയിൻ അഡ്ജസ്റ്ററും വരുന്ന ഒരു പ്രീമിയം ഗോൾഡൻ ഫിനിഷിലാണ്. അതുപോലെ തന്നെ ബൈക്കിന്റെ ഫ്യൂൽ ടാങ്കിലുള്ള സുസുക്കിയുടെ ലോഗോ അതൊരു 3D ലുക്കിലാണ് കാണാൻ പറ്റുന്നത്. 1340 cc ലിക്വിഡ് കൂൾഡ് ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ് ബൈക്കിനുള്ളത്. 190 PS 9700 RPM-ലും 150 Nm ടോർക്ക് 7000 RPM-ലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബൈക്കിന്റെ പവറിഫിക്കേഷനെ കുറിച്ചും പവർ ഡെലിവറിനെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യാം. ഏകദേശം 21 ലക്ഷത്തിനടുത്തായിട്ടാണ് ബൈക്കിന്റെ പ്രൈസ് വരുന്നത്. സാധാരണ മോഡലിനേക്കാൾ ചെറിയൊരു തുക കൂടുതലാണെങ്കിലും ഒരു ഹയാബൂസ ഫാൻസിനെ സംബന്ധിച്ച് ഇതൊരു കളക്ടേഴ്സ് എഡിഷനാണ്. ഭാവിയിൽ ഒരു പക്ഷേ ഇതിന്റെ മൂല്യം കൂടാനും ചാൻസ് ഉണ്ട്. Feel your body resting on my chest. I guess that my shoulder is all you get. Talking to your friends, baby, so do I. About you, we both know it's too late. I forgot our lights we are. We both know it's too
can't forget